ഫ്രൈ പാൻ വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യാമെന്ന് ഞാൻ ഈ അടുത്താണ് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. ആദ്യം നമ്മുടെ പാവയ്ക്ക് രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് വേണ്ടത്. എത്ര ആവശ്യം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളക് വേണം, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി വേണം. പിന്നെ നമുക്കിതിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്. ഇഞ്ചി ഒഴിവാക്കാനേ പറ്റില്ല. ഇഞ്ചി എന്തായാലും ഒരു കഷ്ണം വേണം. പിന്നെ നമ്മൾ സബോളയും കൂടി എടുക്കുക. പിന്നെ ഈ വെള്ളത്തിലിട്ടതെല്ലാം കൂടി നമ്മളൊന്ന് കഴുകി എടുത്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് പാവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തക്കാളിയും സബോളയും ഇഞ്ചി വെളുത്തുള്ളിയും കരിവേപ്പിലയും എല്ലാം കൂടിയിട്ട്, കരിവേപ്പില നീളത്തിൽ അരിയണം എന്നല്ല, ബാക്കി എല്ലാ സാധനങ്ങളും കൂടി നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി വയ്ക്കുക. ചട്ടി ചൂടാതിന് ശേഷം പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചി സബോള എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം കുറച്ചും കൂടി വേഗത്തിൽ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റുക കേട്ടോ. ഉള്ളിയും പാവയ്ക്കും കൂടി നല്ലോണം വഴഞ്ഞ് വരണം. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കി വരുന്നത് തക്കാളിയാണ് കേട്ടോ. ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമ്മുടെ പൊടി എന്ന് പറയുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. ആ ആവിയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്ലിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് എടുത്ത് നോക്കുമ്പോണ്ടല്ലോ എണ്ണയിലും പിന്നെ ആ ആവിയിലും കൂടിയിട്ട് നല്ലോണം അത് വഴഞ്ഞ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.